ഗൈസ്, റൂബി മോളെ ഇന്ന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവൾ എല്ലാവരെയും കാണാൻ പോകുന്നത്. ഗൈസ്, മോള് റെഡിയായി. നമുക്കെന്നാ പോയാലോ? അമ്മ മോളെ എടുത്ത് ബാസ്ക്കറ്റിൽ വെച്ചു. മോള് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. ഇനി ഇതിൽ കൂടെ എന്തെല്ലാം കാണാം. വാ അമ്മേ, നമുക്ക് വേഗം പാം. മോൾ ഇന്ന് ചേട്ടന്റെ ബൈക്കിലാണ് പോകുന്നത്. നല്ല രസമുണ്ടല്ലോ ഇവരൊക്കെ കാണാൻ. ഇതാണ് മോളുടെ തറവാട്. ഇവരാണ് മോള് ജനിച്ചത്. അമ്മേ, മോളെ ബാസ്ക്കറ്റിൽ നിന്നും പുറത്തെടുക്ക്. മോൾ ഇവരൊക്കെ ഒന്ന് കാണട്ടെ. ഇതാണ് മോളുടെ അമ്മ. പക്ഷെ മോൾ അമ്മയോട് മിണ്ടൂല. പിന്നൊക്കെ മോളെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നും പറഞ്ഞു വിറ്റു. ഇവരാരും മോളുടെ കൂടെ വന്നില്ല. മിണ്ടൂല, ചിക്ക. ഇവരാണ് മോളുടെ ചേട്ടന്മാര്. ഇതാണ് മൂത്ത ചേട്ടൻ. ഈ ചേട്ടന് മോളെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് രണ്ടാമത്തെ ചേട്ടൻ. ഇവൻ മോളോട് എപ്പോഴും വഴക്കുണ്ടാക്കും. ഇവൻ പറയും അവനെ കാണാൻ കൂട്ട് മോളെ കാണാൻ കൊള്ളൂല എന്നൊക്കെ. കാശ് നിങ്ങൾ പറ, മോളെ കാണാൻ കൂട്ടല്ലേ? അമ്മയ്ക്ക് വിഷമമായെന്ന് തോന്നുന്നു മോള് മിണ്ടാത്തോണ്ട്. എന്നാലും മോള് മിണ്ടൂല. ഒന്ന് വീഡിയോ കോൾ പോലും മോളെ ചെയ്തില്ലല്ലോ ഇത്രയും നാളായിട്ട്. ചേട്ടനോട് മോള് കുറെ നേരം സംസാരിച്ചു. പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങ് വലുതായിപ്പോയി. മോക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നില്ല. കൊച്ചിലെ ഞങ്ങളെല്ലാം ഒരേപോലെ കിരുന്നതാ. ഇപ്പൊ അവന്മാരങ്ങ് വലുതായിപ്പോയി. ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിക്കുമായിരുന്നു. ഇവിടാണ് ഞങ്ങൾ കളിക്കുന്ന സ്ഥലം. ചേട്ടന്മാര് മോളെ കളിക്കാൻ വിളിച്ചു. മോൾ അവിടെ പോയി ഇരുന്നേ ഉള്ളൂ, പക്ഷെ കളിച്ചില്ല. പിന്നെ അമ്മ വന്നപ്പോൾ മോള് പോയി കളിച്ചു. ഗായ്സ്, നിങ്ങൾ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് മോളുടെ അച്ഛൻ, ഷിംബ. അച്ഛനെ കാണാൻ ടെററാണെന്ന് തോന്നും, പക്ഷെ അച്ഛൻ പാവമാണ് ഗായ്സ്. അച്ഛൻ മോളോട് സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. അത് കണ്ടപ്പോൾ മോക്ക് ചങ്കടായി. മോള് സുഖമാണെന്ന് പറഞ്ഞു. പിന്നെ അമ്മയും അച്ഛനും മോളുടെ കാര്യങ്ങളെല്ലാം ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ മോളുടെ യൂട്യൂബ് വീഡിയോ ഞങ്ങളും കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. മോള് വലിയ നിലയിലെത്തുമെന്ന് അച്ഛനൊരൊപ്പമെന്ന് പറഞ്ഞു ഗായ്സ്. അത് കേട്ടപ്പോൾ മോക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ മോളെല്ലാവരോടും മിണ്ടി. ശരിക്കും മോളുടെ പുതിയ വീട്ടിൽ മോക്ക് സുഖമാണ്. പിന്നെ കൂടെ കളിക്കാൻ ആരും ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ ചേട്ടനും അമ്മ ഇപ്പം മോളുടെ കൂടെ കളിക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചിയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തന്നു. മോള് ഇച്ചിരിയേ കഴിച്ചുള്ളൂ. വീട്ടിൽ നിന്ന് ഫുള്ള് വയറ് നിറച്ചിട്ടാ മോള് വന്നത്. ചേട്ടന്മാരൊക്കെയാണ് നല്ല ഫുഡറിയാ. ഒന്മാര് പാത്രത്തിൽ നിന്നും തലയെടുക്കുന്ന പോലുമില്ല ഗായ്സ്. കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. ഗായ്സ്, ഇതാണ് മോളുടെ ചേച്ചിമാര്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കളിക്കുന്നത്. മോളെ ഇവിടുന്ന് കൊണ്ടുപോയപ്പം ചേച്ചിമാര് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോഴും ടാറ്റ വന്നപ്പോൾ കണ്ണ് നിറഞ്ഞു. ചേച്ചിമാര് വന്ന് മൂക്ക് ഉമ്മരന്നു. മോളുടെ കണ്ണ് നിറഞ്ഞു പോയി ഗായ്സ്. ഇനി ഇവരൊക്കെ മോക്ക് മിസ് ചെയ്യുമല്ലോ. മോള് കരയുന്ന കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കാന്ന്. അത് കേട്ടപ്പോൾ മോക്ക് സന്തോഷമായി. ഗായ്സ്, നമുക്കെന്താ വീട്ടിൽ പോയാലോ? അമ്മ മോളെ വീണ്ടും എടുത്ത് ബാസ്ക്കറ്റിൽ വെച്ചു. ചേട്ടന്മാര് മോളെ യാത്രയാക്കാൻ വേണ്ടി താഴെ വരെ വന്നു. മോളെല്ലാവരോടും ടാറ്റ പറഞ്ഞു. പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഗൈസ്, റൂബി മോളുടെ കൂടെ കളിക്കാൻ നമുക്ക് ഒരാളെ കൊണ്ടുവന്നാലോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ.